ആരോടും പറയരുത്. പറയില്ല. ഒരു മരുന്ന് ഞാൻ കണ്ടു ഏകദേശം ഇതാക്കി വെച്ചിരിക്കുന്നു. ആണോ? അതായത് നമ്മൾ ഈ സോപ്പും പൊടി പിന്നെ സാനിറ്റൈസറും സോപ്പ് പൊടിയും കൊറേ വാങ്ങാം. കുറച്ച് 2 പാക്കറ്റ് 3 പാക്കറ്റ് ഒന്നും പോരാ. പിന്നെ വലിയ ടാങ്കർ ലോറി മാറ്റ ലോറിയിൽ നമ്മള് നിറച്ചിട്ട് എന്നിട്ട് ഈ ബോട്ടിലോ കപ്പലിലോ നേരെ കടലിലേക്ക് കൊണ്ടുപോകും. കടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നടുക്കടലിൽ എത്തിക്കഴിഞ്ഞാൽ സാനിറ്റൈസറും സോപ്പും പൊടിയും ഒക്കെ കൂടി കടലിൽ ഒഴിക്കാം. കടല് കേടാ മനുഷ്യ കേടാവണേ കണ്ടുപിടിച്ച കടല്. അങ്ങനെ കടലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കടല് പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ആണല്ലോ. അതായത് തെരമാല അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അവിടെ മിസ്കാവും. അതാവും. അത് മിസ്കായി കഴിഞ്ഞാല് പിന്നെ വീണ് പോകുന്നത് നീരാവി മേലോട്ട് പോകും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മേലോട്ട് പോയിട്ട് മഴ പെയ്യണം. അപ്പൊ ഇത് നേരെ മിക്സായി സോപ്പും വെള്ളവും സാനിറ്റൈസറും കൂടി മിക്സായി കഴിഞ്ഞ് മേലോട്ട് പോകും. മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മഴക്കാറ് വരും. മഴക്കാറ് വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് പെയ്യണ മഴ എന്ത് മഴ? സാനിറ്റൈസർ മഴ അല്ലേ? സാനിറ്റൈസർ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? പിന്നെ എല്ലാം ആത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് എന്താണ് നല്ലോണം അങ്ങോട്ട് മഴ കൊണ്ട് കഴിഞ്ഞാൽ എന്തായി കൊറോണ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് തന്നെ പമ്പ കടക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അടിപൊളി.